ഹലോ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സൂര്യ ടി വി ഫാമിലിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റാണ്. ആൻഡ് സിനിമകളിൽ നമ്മളെല്ലാവരും ഹീറോസ് മാസ് കാണിക്കുന്നതും റൊമാൻസ് കാണിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ശബ്ദത്തിൻ്റെ പിന്നിലെ ഉടമയാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. സോ ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അരുൺ CM. ഹലോ അരുൺ ചേട്ടാ, വെൽക്കം ടു സെല്ലുലോയിഡ്. ഓൾമോസ്റ്റ് ഒരു 1.5-2 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ വീണ്ടും കാണുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടപ്പം അരുൺ ചേട്ടൻ എൻ്റെ അടുത്ത് അരുൺ ചേട്ടൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ്, ഇത് ഡബിങ് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത്രയും നാൾ കഴിഞ്ഞ് ചേട്ടനെ കാണുമ്പോൾ എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ കാര്യങ്ങളുണ്ടായി. അതായത് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി, കല്യാണം കഴിച്ചു, കുറേ കാര്യങ്ങൾ. അപ്പോൾ എല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ ചോദിച്ചറിയാനുണ്ട്. അപ്പം നമുക്ക് പ്രൊഫഷണലി സംഭവം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കമ്പനിയുടെ വിശേഷങ്ങളും? കമ്പനിയുടെ വിശേഷം നന്നായിട്ട് പോകുന്നു. വോക്സ്കോം എന്നാണ് കമ്പനിയുടെ പേര്. അതെ, നമ്മൾ ആദ്യം കാണുമ്പോൾ അതിന്റെ ആദ്യത്തെ സിനിമയുടെ ഇന്റർവ്യൂവിന്റെ സമയത്താണ് നമ്മൾ കാണുന്നത്. വിക്രാന്ത് ദ്രോണ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലേക്ക് ആദ്യം ചെയ്ത പടമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ചെയ്തത് സലാർ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മലയാളത്തിലേക്ക് ചെയ്ത പടം സലാർ എന്ന് പറഞ്ഞ മൂവിയാണ് ചേട്ടൻ ചെയ്തത്. അപ്പൊ ഇന്നലെ ഞാനിരുന്നിട്ട് സലാർ കണ്ടിട്ട് വെറുതെ ഒരു ബ്രേക്കിൽ ഞാൻ ഫോൺ ഇങ്ങനെ തപ്പുമായിരുന്നേ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ കണ്ടു, അതിനകത്ത് പ്രഭാസിന് ആകെ ഡയലോഗ് ഉള്ളത് വളരെ കുറച്ച് നേരമാണെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നേ. അതിനകത്ത് 2 മിനിറ്റ് 30 സെക്കൻഡ്. അത് എക്സാജറേറ്റ് ചെയ്ത് അവർ പറഞ്ഞതാണോ അതോ? അല്ല, താരതമ്യേന ഞാൻ ഇതുവരെ ചെയ്ത പ്രഭാസ് സിനിമകളിൽ വളരെ കുറച്ച് ഡയലോഗുള്ള ഒരു പോർഷൻ. വളരെ കുറച്ച് സമയമേ നമുക്ക് ഒരു ഡബ് ചെയ്യാന്നൊക്കെ പറഞ്ഞ 1 മണിക്കൂറൊക്കെ ധാരാളം മതി എന്ന് പറയുന്ന രീതിയിലുള്ള അത്രയല്ലോ സിനിമയായിരുന്നു. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ടൊക്കെ ഡബിങ് തീർക്കാവുന്ന. പക്ഷെ അത് തീർത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ കുറേ ദിവസം ഞാൻ ടോട്ടൽ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പല സമയത്തും പല രീതിയിലുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുണ്ടല്ലോ, അപ്പോൾ അത് കയറി നമ്മൾ പല സമയത്തും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പക്ഷേ പൃഥ്വിരാജിന് ഡബ് ചെയ്തത് അദ്ദേഹം തന്നെ. പൃഥ്വിരാജ് സാർ തന്നെയാണ് എല്ലാ ക്യാരക്ടറും, എല്ലാ ലാംഗ്വേജിലും പൃഥ്വിരാജ് സാർ തന്നെയാണ് ഡബ് ചെയ്തേക്കുന്നത്. അടിപൊളി. അപ്പൊ എത്ര എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ചെയ്തത്? എത്ര ദിവസം? അദ്ദേഹം 5-6 ദിവസം കൊണ്ടാണ് അതെല്ലാം ചെയ്തു തീർക്കുന്നത്. നിങ്ങളുടെ ഒപ്പം വന്ന് മീൻസ് ഞങ്ങളുടെ പോലെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റുഡിയോ, അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റുഡിയോ ഉണ്ടാവും. അദ്ദേഹം വരുന്നു. ആ സമയത്ത് കംപ്ലീറ്റ് അദ്ദേഹം ഹിന്ദി 3 ദിവസം എടുക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ മലയാളമൊക്കെ വളരെ ഈസി ആയിട്ട് അദ്ദേഹം വളരെ നിസ്സാര സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നത്. അതിൽ ഹിന്ദി, കന്നഡ, ഇതിനും തെലുങ്കിനും അദ്ദേഹം നല്ല എഫേർട്ട് എടുത്ത് അദ്ദേഹം പഠിച്ചിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ചേട്ടന് അപ്പം കമ്പാരിറ്റീവ്ലി ഇത് ചെയ്തപ്പോഴത്തേക്കും ഇത്രയുള്ള പണി എന്നുള്ളൊരു സംഭവം തോന്നിയിരുന്നു? അല്ല, അത് നമ്മൾ പടം കാണുമ്പോൾ മുതൽ തന്നെ പ്രഭാസാറിന് ഡയലോഗ് ഇല്ലല്ലോ. നമ്മളിത് പറയാൻ വേണ്ടി ഇരിക്കുന്നു, അദ്ദേഹത്തിന് ഡയലോഗ് ഇല്ല എന്ന് പറയുന്നത് ഒരു പിന്നെ ടോട്ടൽ ഓവറോൾ ആ പ്രോജക്റ്റ് നമ്മുടെ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്കൊരു യാത്രയുണ്ടല്ലോ, അത് രസമായിരുന്നു. അപ്പം ഈ ഒരു യാത്രയെ പറ്റി പറയുമ്പം 2023 ചേട്ടൻ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഒരു ക്വൈറ്റ് ഇവന്റ്ഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഖുഷി, രോമാഞ്ചം, അങ്ങനെ ഹിറ്റായിട്ടുള്ള കുറേ സിനിമകൾ ചെയ്യാനായിട്ട് പറ്റി. അപ്പം അതിന്റെ ഖുഷിയിലൊക്കെ അപ്പം എങ്ങനെയായിരുന്നു അത് മലയാളത്തിലേക്ക് ചെയ്തത്? അല്ല, ഖുഷി ഞങ്ങളുടെ കമ്പനിയുടെ പ്രോജക്റ്റാണ്. ഞാൻ അതിൽ ഡബ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ അതിന്റെ ടോട്ടൽ ഓവറോൾ മലയാളം കോർഡിനേഷൻ ഞാനും എൻ്റെ ഫ്രണ്ട് അജിത്തും കൂടിയാണ് കമ്പനി റൺ ചെയ്യുന്നത്. ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ഭയങ്കര ദേവർകൊണ്ട ഫാൻ. ദേവരക്കൊണ്ടൊക്കെ ഇവൻ ഡബ് ചെയ്തോ അങ്ങനെയല്ല, അഞ്ചായിട്ട് ശബ്ദം എനിക്ക് അറിയാലോ. അല്ലല്ല, അത് നമ്മുടെ ഫ്രണ്ട് മുഫ്താഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിന് വേണ്ടി ഡബ്. ഏകദേശം ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ ഒഴികെ ബാക്കിയെല്ലാം അദ്ദേഹം തന്നെ ചെയ്തതെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ വെച്ചാണ് നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ ആക്രാന്തം കാണിക്കാൻ പാടില്ലല്ലോ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇതിലത്തെ എല്ലാം ഒരു മര്യാദയില്ലേ. 2023 എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മണിരത്നം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ സന്തോഷം. അതും വിക്രം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അത് വിക്രം സാർ ഇരുന്ന് തന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതാണ് എനിക്ക് അതിനകത്ത് കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. അതാണ് എന്നെ കുറിച്ച് പഠിക്കാതെ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത്. ഞാൻ കണ്ടിരുന്നു മറ്റേ എന്താ പറയാ അദ്ദേഹത്തിന് ഞാനൊരു ഓഡിഷൻ മീൻസ് അദ്ദേഹം തന്നെ ചെയ്യും, ട്രെയിലർ വോയിസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ആദ്യം വന്ന് ടീസറിൽ അദ്ദേഹത്തിൻ്റെ വോയിസിലാണ് എല്ലാ ലാംഗ്വേജും വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ട്രാക്ക് ഡബ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മലയാളം ചെയ്യൂ, ഞാൻ ഇരിക്കാം, എൻ്റെ ഗൈഡൻസിൽ നീ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അങ്ങനെ ചെയ്തതാണത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഒക്കെ കണ്ടിരുന്നു. അതെ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ, ഇത് ഞാൻ തന്നെ എന്നെ പ്രൊമോട്ട് ചെയ്യേണ്ട അവസ്ഥ. ഞാൻ വരുന്നുണ്ട്
ഉണ്ട് അതിനകത്തേക്ക്. നമ്മളിങ്ങനെ പയ്യെ ഇങ്ങനെ പോവല്ലേ. അപ്പൊ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ആ മൊത്തം കഥയായിട്ട് തന്നെ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. അപ്പം എങ്ങനെയായിരുന്നു അപ്പൊ ചിയാൻ വിക്രം സാറിനെ പോലെ ഒരു ഇത്രയും വലിയൊരു ആക്ടർ അടുത്തിരുന്ന് ഒരു ഗൈഡൻസിൽ ഡബ് ചെയ്യുന്ന ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുവരെ ടെൻഷൻ ഇല്ലാതെ ഞാൻ വർക്ക് ചെയ്തത് ആ സ്ഥലത്താണ്. ആണോ? കാരണം ഈ പ്രോജക്റ്റ് മലയാളം ചെയ്തത് ഞങ്ങളാണ്. ശങ്കരാമകൃഷ്ണൻ സാറാണ് അതിൻ്റെ മലയാളം ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത്. ഞങ്ങളുടെ കമ്പനിയാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ഈ പടം തുടങ്ങിയ അന്ന് മുതൽ ആദ്യത്തെ അക്ഷരം എഴുതുന്നതിന് മുമ്പ് മണിസാറിൻ്റെ ബ്രീഫ് മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാനും ശങ്കർ സാറും ഫ്രണ്ട് അജിത്തും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയിരുന്ന സമയത്ത് അദ്ദേഹം ഇത് മലയാളം നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റ് അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കുന്നു. അദ്ദേഹം അതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെതായ സജഷൻസ് പറയുന്നു. അദ്ദേഹം ഇങ്ങനെയാണല്ലോ, ഞാൻ കൺസീവ് ചെയ്തത് ഇങ്ങനെയാണ്, അത് തന്നെയാണല്ലോ എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് പോകുന്നു. അപ്പോൾ അവിടെ മുതൽ ക്യാരക്ടറിനെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പിന്നെ ഓരോ ക്യാരക്ടറിനെയും നമ്മൾ ഡബ് ചെയ്യിച്ച ഏറ്റവും അവസാനമാണ് ഞാൻ പോയിട്ട് വിക്രം സാറിൻ്റെ കൂടെ ഇത് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഈ പോകുന്ന യാത്രയിൽ ഈ ടോട്ടൽ പടം നമുക്ക് മനസ്സിലാകുന്നു. ഈ ക്യാരക്ടർ തന്നെ ഞാനൊരു 5-6 പ്രാവശ്യം ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. സ്വയം ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് കൂടി ഞാൻ ആ ക്യാരക്ടർ വർക്ക് ഇട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പോയി അവിടെ ചെല്ലുമ്പോഴേക്കും ഇതിനകത്തുള്ള ഡയലോഗുകൾ മുഴുവൻ എനിക്ക് കാണാതെ അറിയാം. അപ്പോൾ അവിടെ എനിക്ക് ടെൻഷനില്ല. സാറ് പറയുന്ന ഇംപ്രവൈസേഷൻ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. കാരണം അദ്ദേഹം അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡയലോഗ് പറയാനുള്ളതിനെ ഒരു 10-16 മോഡുലേഷനിൽ അദ്ദേഹം മാറ്റും. ഇപ്പോൾ ഒരു ഡയലോഗ് നമ്മൾ പറയാനുള്ളതാണെങ്കിൽ ഒരു 10 തവണയെങ്കിലും പുള്ളി 10 തരത്തിലത് പറയും. മീൻസ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളതിൽ നിന്ന് മാറിയിട്ട് എൻ്റെ വോയിസിലേക്ക് ആ പെർഫോമൻസ് എങ്ങനെ കുറച്ചും കൂടി വേറെ തിരിഞ്ഞ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനനുസരിച്ചാണ് അത് മോഡുലേറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ശബ്ദത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം എന്നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ അതിനകത്ത് അഭിനയിക്കുന്ന ഒരു സീനും ഈ വോയിസും തമ്മിൽ 10 തരത്തിലുള്ള ഒരു കണക്ഷൻ വേണമല്ലോ. അതാണല്ലോ ഒരു ആർട്ടിസ്റ്റിന്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അത്രയും ഹോൾഡ് ഉണ്ട്. അദ്ദേഹം ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടി ആയിരുന്നു. വോയിസ് വെച്ച് എങ്ങനെ വർക്ക് ചെയ്യണം എന്നറിയാം. ആ ബോഡിക്ക് ആവശ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സീൻ കൺവേ ചെയ്യുന്ന രീതിയിൽ ആ ശബ്ദത്തെ പലതരം മോഡുലേഷനിലൂടെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് അദ്ദേഹം തമിഴിൽ യൂസ് ചെയ്തേക്കുന്ന മലയാളത്തിൽ യൂസ് ചെയ്താൽ വർക്ക് ആവില്ലായിരിക്കാം. അപ്പോൾ എൻ്റെ ശബ്ദത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മോഡുലേഷൻ വർക്ക് ആവില്ലായിരിക്കാം. അപ്പോൾ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ പൊന്നിയിൻ സെൽവന് വേണ്ടിയിട്ടുള്ള വർക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു ചേട്ടാ? അതായത് വിക്രം സാറിന്റെ കൂടെ 2 ദിവസം. ഓക്കെ. അപ്പം ഈ ഒരു 2 days ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു തന്ന എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ചേട്ടനെ ഭയങ്കരമായിട്ട് പ്രശംസിച്ച ഒരു കമന്റ് ഓർമ്മയിലുണ്ടോ? അല്ല, പ്രശംസിച്ചു എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് അദ്ദേഹം ഒന്നും അങ്ങനെ പ്രശംസിച്ചൊന്നുമില്ല. കാരണം വർക്ക് നടക്കുന്ന സമയത്ത് ഫുൾ ടൈം പുള്ളി അത് ഞാൻ പറഞ്ഞതാണ്. അത് നമ്മൾ അദ്ദേഹം ഒരു ഫോൺ പോലും ഉപയോഗിക്കാതെ ഫുൾ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് 100% ഈ ഒരു പരിപാടിക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഫോൺ വരാത്ത ആളൊന്നുമില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ പലതരം കാണുമ്പോൾ ഫോൺ ഉപയോഗിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോൾ രാവിലെ 9 മണിയെന്ന് പറഞ്ഞാൽ 9 മണിക്ക് അദ്ദേഹം വരും. 9 അതിന് മുമ്പേ അദ്ദേഹം വരും, റെഡിയാകും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളെയും അതുപോലെ ഒരു സിസ്റ്റമാണത്. ഇപ്പോൾ അവിടെയൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കതാണ്. ഇപ്പോൾ ഞാൻ അവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് മുതൽ ഭക്ഷണം തരുന്ന ആൾക്ക് മുതൽ അവിടുത്തെ മെയിൻ സ്റ്റുഡിയോയിലിരിക്കുന്ന മെയിൻ ആൾക്ക് വരെ അറിയാം എന്തിനാണ്. അപ്പോൾ എന്നെ അദ്ദേഹം വരുന്നതിന് മുമ്പ് റെഡിയാക്കുക എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഭക്ഷണം കഴിച്ചു, റെഡിയല്ലേ, ഓക്കെ അല്ലേ, ചെല്ലു എന്ന് പറയുന്ന രീതിയിൽ ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മൾ കൃത്യമായിട്ട് 9 മണിക്ക് ചെല്ലുന്നു, അദ്ദേഹം 9 മണിക്ക് ഉണ്ടാകും. അവിടെ നിന്ന് തുടങ്ങിയാൽ പിന്നെ ഒരു ലഞ്ച് ബ്രേക്കോ ഒരു ടീ ബ്രേക്ക് ഗ്യാപ്പിലുള്ള ചെറിയ ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ഫുൾ ടൈം നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കണം അദ്ദേഹം. ചേട്ടാ, മണിരത്നം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഏതൊരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. അതായത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുക തുടങ്ങി ഒരു അസിസ്റ്റൻ്റ് എങ്കിലും ആയിട്ടൊന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു സ്വപ്നം പോലെയാണ്. അപ്പോൾ ചേട്ടന് ആ ഒരു മൊമെൻറ്റ് എങ്ങനെയായിരുന്നു? അതൊരു പ്രിവിലേജ് ആയിട്ട് കാണുന്നുണ്ടോ? അല്ല, പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഡബ്ബിങ് തുടങ്ങിയ കാലത്തൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു നോർമൽ ഇതൊരു പരിപാടിക്ക് പോയപ്പോൾ ജോഷ് സാറിൻ്റെ സിനിമ ചെയ്യാൻ ജോഷ് സാറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് ഇപ്പം മേ ബി മോഹൻലാൽ സാറും മമ്മൂട്ടി സാറൊക്കെ വന്ന് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. നമ്മൾ ഈ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് ജോഷ് സാറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു സംവിധായകനെ കാണാൻ പറ്റുമെന്നോ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് അത് നമുക്ക് ആ വർക്കിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അത്യാഗ്രഹത്തിനും മുകളിലായിരുന്നു അതൊക്കെ അന്നത്തെ ചിന്തയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഒരു ഞാൻ ഈ കമ്പനി തുടങ്ങിയത് കൊണ്ടുണ്ടായി വന്ന ഒരു ഭാഗ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. കാരണം അത് ആ സമയത്ത് അങ്ങനത്തെ ഒരു ഡിസിഷൻ വന്നില്ലായിരുന്നെങ്കിൽ ഇതിലേക്ക് എത്തില്ല. കാരണം ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് മാത്രം പോകേണ്ടി വരും. ചേട്ടാ, കോള് വന്ന മൊമെൻറ്റ് അത് തീർച്ചയായിട്ടും ഭയങ്കര ഒരു സറിയൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും. അപ്പം അതൊന്ന് പറയുമോ, ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? അതായത് ഞാനും എൻ്റെ ഫ്രണ്ട് അജിത്തും കൂടി ഇങ്ങനെ പോകുന്ന സമയത്താണ്. അപ്പോൾ ഞങ്ങൾ മലയാളം ഡയലോഗ് പറഞ്ഞ് അയച്ചിരുന്നു. അപ്പോൾ വിക്രം സാർ അത് ഡബ് ചെയ്തിട്ട് ആ മലയാളം നമുക്ക് അയച്ചു തന്നു, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്.
അപ്പോഴാണ് അവിടുത്തെ ഒരു അസോസിയേറ്റ് ഉണ്ട്, വിജയ് ബാലാജി സാർ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം നമ്മളെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സാറിന് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. ഹായ് ഗുഡ് മോർണിംഗ് അരുൺ എന്ന് പറഞ്ഞിട്ട് പുള്ളി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു ശബ്ദം. ഇത് നമ്മൾ സാറെന്ന് വിചാരിക്കുമ്പോൾ നോർമലി തമിഴിൽ അവിടെ എല്ലാവരും സാർ എന്ന് പറയാം. അപ്പം മേ ബി ഇദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും അസോസിയേറ്റ് ആയിരിക്കും സംസാരിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് വിക്രം സാറായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ അവളെ മറക്കാനാ, എന്നെ തന്നെ മറക്കാനാ എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അപ്പോൾ ആ സാധനം അതെങ്ങനെയാണ് പറഞ്ഞാൽ നാ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ തമിഴ് ഇത് സംസാരിക്കാൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അത് ചെയ്തിട്ട് പുള്ളി ഇങ്ങോട്ട് അയച്ചതാണ്. പുള്ളി അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് നമുക്ക് ഓക്കെ ആയിരുന്നു. പുള്ളിക്ക് അത് തന്നെ പുള്ളിക്ക് ഉള്ളൊരു ഇത് തീർക്കാൻ വേണ്ടി പുള്ളി ഇങ്ങോട്ട്, അതാണ് പുള്ളിയുടെ ഡെഡിക്കേഷൻ. അപ്പോൾ പുള്ളി അത് മലയാളം നമ്മളാണ് നോക്കുന്നത് വെച്ചാൽ മലയാളത്തിൽ നമുക്ക് അയച്ചു തരികയാണ്. അത് നമ്മൾ കേട്ടിട്ട് വേണം അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അയച്ചു തരുന്നത്. ചേട്ടാ ഇപ്പം നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മുടെ നെപ്പോട്ടിസം എന്ന് പറയുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഭയങ്കര ആ സംഭവമാണ്. അത് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുമോ? അതായത് എനിക്കറിയാം, അതായത് ഇത് ഇങ്ങനെ ഒരു മൂഡിലുള്ള കോൺവെർസേഷനിൽ പറയാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും, നല്ല എഫേർട്ട് ഇട്ടിട്ടായിരിക്കും അവിടെ ഡബ് ചെയ്ത ആ ഒരു ഇത് കിട്ടുക. എങ്കിൽ അതിലത്തെ ചെറിയൊരു ഡയലോഗ് നമുക്ക് വേണ്ടിയിട്ട്. നെപ്പോട്ടിസം നമ്മുടെ നാടെന്താ ഇങ്ങനെ ആയിപ്പോയത്? എവിടെ നോക്കിയാലും റെക്കമെൻഡേഷൻ, ഡൊണേഷൻ, ഡോമിനേഷൻ, ഇൻഫ്ലുവൻസ്, കൈക്കൂലി. അവൻ്റെ അപ്പൻ്റെ കഷ്ടപ്പെട്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ചവൻ എന്ത് ചെയ്യാനാ? കൈമുറിയെ പണിയെടുക്കുന്നവൻ എന്ത് ചെയ്യാനാ? കൈക്കൂലി മേടിക്കാത്ത ഓഫീസർമാർ എന്ത് ചെയ്യാനാ? ശത്രുവിൻ്റെ തല ഒറ്റയ്ക്ക് വെട്ടിയെടുത്തവനോ? മെറിറ്റിൽ വന്നവനാടാ ഞാൻ. അടിപൊളി ചേട്ടാ, അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ കേട്ടത് ഞാൻ കുറച്ചു ഞാൻ കണ്ണടച്ചിട്ടിരുന്ന് കേട്ടെ, മുമ്പിൽ യാഷിരുന്ന് എന്നോട് പറയുന്നത് പോലെ ഫീലിംഗ്. മേ ബി എനിക്ക് തോന്നുന്നത് വിക്രം സാർ ഒപ്പം ഇരുന്ന് ഡബ് ചെയ്യേണ്ടതായിരിക്കും. അതായത് ചേട്ടൻ ചെയ്യുന്ന ശൈലിയിൽ നിന്ന് ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ വന്ന് ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെന്റ്. ക്യാരക്ടർ ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. പിന്നെ സാറും അതിനെ വർക്ക് ചെയ്യുന്നത്, അതായത് ഉള്ളിൽ അത്രയും തീവ്രമായ പ്രണയം കൊണ്ടുകാണുന്ന അത് നഷ്ടപ്പെട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ദേഷ്യത്തിൽ മുന്നോട്ട് പോകുന്നൊരു ക്യാരക്ടർ. അപ്പോൾ അത്രയും ഉള്ളിലുള്ളൊരു പെയിൻ ഭയങ്കരമുണ്ട്. അവളെ മറക്കാനാ, എന്നെ തന്നെ മറക്കാനാ, എല്ലാം അത് മറക്കാനുള്ളൊരു പരിശ്രമം. അത് ഉള്ളിലാണ് ആ സംഭവം മുഴുവൻ പോകുന്ന, ഇന്റേണലി വർക്ക് ചെയ്യുന്നൊരു സംഭവമായിട്ടാണ്. ഇങ്ങനെ ഓരോ ക്യാരക്ടറിനും ഇപ്പം ചേട്ടൻ ചെയ്യുന്ന റോള് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. എക്സ്ട്രീം റൊമാൻസ്, എക്സ്ട്രീം വയലൻസ്, എക്സ്ട്രീം മാസ്, ഇങ്ങനെ കയറി ഇറങ്ങി ഭയങ്കര ഹൈപ്പിൽ പോകുന്ന പല സീനുകളും ചേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ആക്ടറിന് ഇത് കൺസീവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം സറൗണ്ടിങ്ങും കൂടെ അഭിനയിക്കുന്ന റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഭയങ്കര ഈസി ആയിരിക്കുന്നല്ല, കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എ ഡബിങ് ആർട്ടിസ്റ്റ്, ഒരു വോയിസ് ഓവർ ഇത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു റൂമിൽ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. ആ സ്ക്രീനിൽ കാണുന്ന അതേ ഇമോഷൻ ചേട്ടൻ്റെ ഉള്ളിൽ വരണം. ആ പ്രോസസ്സ് എങ്ങനെയാണ് എത്ര കറക്റ്റ് ആയിട്ട് വരിക? ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്. അത് എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ എനിക്ക് പറ്റൂല. ഇപ്പോഴും അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കത് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഇത് ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് വരുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഇത് ഇത്രയും കാലഘട്ടത്തിൽ ഞാനിപ്പോൾ ഒരു 2006 തുടങ്ങി ഒരു 17, ഇപ്പോൾ 23 എന്ന് പറയുന്ന 17-ലൊക്കെയാണ് ഞാൻ ബാഹുബലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ചെയ്ത് വന്ന, നേരത്തെ പറഞ്ഞല്ലോ വിരാട് കോഹ്ലി കളിക്കുന്ന പോലെ എല്ലാ ഫോർമാറ്റിലും നമ്മൾ ഇതിനകത്ത് കിടന്ന് കളിച്ച് കാർട്ടൂണും അല്ലാത്തതും എല്ലാം കളിച്ച് നമുക്ക് അതിൽ നിന്നുണ്ടാകുന്നൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ ഓവറോൾ ഇതൊരു തിയേറ്ററിക്കൽ പെർഫോമൻസ്, അത്തരമൊരു സംഭവം കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഈ പൊന്നിയിൻ സെൽവനിൽ ഈ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആക്ടിങ് ആവശ്യപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. വോയിസ് ആക്ടിങ് തന്നെയാണ്. നമുക്ക് അതിനകത്തൊരു വെറുതെ ഒരു ശബ്ദം ഡബ് ചെയ്ത് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. പെർഫോമൻസിനെ മാച്ച് ചെയ്യാനേ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ എൻ്റെ നോർമൽ ശബ്ദത്തിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവളെ മറക്കാനാ എന്ന് പറയുന്ന ഒരു പരിപാടി അതിനകത്ത് ഇല്ലെങ്കിൽ ഒരിക്കലും നിൽക്കില്ല. ഞാൻ അവളെ മറക്കാനാ അല്ലെങ്കിൽ അവളെ മറക്കാനാ എന്ന് എൻ്റെ ശബ്ദത്തിൽ പറഞ്ഞാൽ ഒരിക്കലും അത് വർക്കൗട്ട് ആവില്ല. അതൊക്കെ അത് നോർമലി ഇത് ചെയ്തു വരുന്ന ഒരു ആർട്ടിസ്റ്റിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിതിനെ ഈ ബോഡിയെയും ആ ക്യാരക്ടറിനെയും വെച്ച് നമ്മളൊരു സൗണ്ടിങ്ങിലേക്ക് അതിനെ എത്തിക്കുന്നതാണ്. അത് എത്തിച്ച് വർക്കൗട്ട് ആയിട്ടാണ് അത് പോകുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു 2 days 3 daysനുള്ളിൽ നമുക്കത് തീർക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ വിക്രം സാർ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു 10 ദിവസം അദ്ദേഹത്തെ ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിത് വർക്കൗട്ട് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ പുള്ളി അപ്പം തന്നെ വേറെ ആളെ മാറ്റിയിട്ട് പരിപാടിക്ക് പോകും. അങ്ങനെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനൊരു ഹാറ്റ്സ് ഓഫ് ഇത് തരുന്ന സംഭവമാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു വോയിസ് ഒരു ഇച്ചിരി ഒന്ന് ഡൗൺ ആയിട്ട് ആ മുഖത്ത്, ഇപ്പം യാഷ് സാറിൻ്റെ ഇത് തന്നെ എടുക്കുകയാണ്, ആ വയലൻസ് ആ ഒരു വയലൻസ് ആ ശബ്ദത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു ഹോൾ സീൻ അവിടെ ഡിസ്ട്രോ ആയി. അല്ല, നമുക്ക് ഭയമാവും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പം ഞാൻ തന്നെ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു.
അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ പറഞ്ഞതിനപ്പുറമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തോ ഒരു തമാശയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ആ സാധനം പടത്തിന് മുൻപ് അവരെടുത്തിട്ട് കട്ട് ചെയ്ത് വൈറലാക്കി. എനിക്ക് പേടിയായി. കാരണം ഇത് ഇൻ കേസ് എന്തെങ്കിലും ഒരു തരത്തിൽ വേറെ ഇത് പരിപാടി വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ എന്നെ പിടിച്ചു തല്ലും, ആ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടിയും കൂടെ ഉണ്ട് ഇതിനകത്ത്. കാരണം ഇപ്പോൾ ഈ പടം ടോട്ടലി നിൽക്കുന്ന ആ ഹീറോയെ കാണാനാണ് എല്ലാവരും വരുന്നത്. അപ്പം അവിടെ ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. അതിന്റെ ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏന്ത് ഒരാൾ തന്നെ വേണമെങ്കിൽ എനിക്ക് പറയാം. അതായത് KGF ഇത്രയും മാത്രം കേരളത്തിൽ ഹിറ്റ് ആവാനായിട്ടുള്ള വൺ ഓഫ് ദ റീസൺ അരുൺ ചേട്ടനാണ്. നന്നായതുകൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നന്നായി. അല്ലെ, അതെന്താ ഞാൻ പറയാൻ കാര്യം, ചില ഡബിങ് സിനിമകള്, പണ്ടത്തെ ചില ഡബിങ് സിനിമകളൊക്കെ എന്റെ ചേട്ടാ കണ്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക്. അതായത് ഇപ്പം ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട്, തമിഴ് എന്നുള്ളത് അവര് മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ഒന്ന്, സൗണ്ടിൽ വരുന്നതൊന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം കറക്റ്റ് ആ ഇമോഷനെ ഹോൾഡ് ചെയ്തുകൊണ്ട് വരുന്നൊരിത്. അപ്പം നിങ്ങളുടെ ഈ ഒരു വോയിസ് ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു മാറ്റം സംഭവിച്ചതുപോലെ ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം സംഭവിച്ചില്ല. ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്ന സിനിമ എന്ന് പറയുന്ന അന്ന് ഇത് റിലീസ് ചെയ്തിരിക്കുന്ന ഏരിയകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലത് സാറ്റലൈറ്റിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം, ചിലത് ഇപ്പോൾ ഫില്ലിംഗ് പടങ്ങളായിട്ട് തിയേറ്ററുകളിൽ തന്നെ പണ്ട് A ക്ലാസ് B ക്ലാസ് തിയേറ്ററുകൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവിടെ ഗ്യാപ്പിൽ ഓടിക്കാൻ വേണ്ടി ഡബ് ചെയ്ത് കൊണ്ടുവരുന്ന സിനിമകളുണ്ടാവാം. അപ്പോൾ അതിനൊന്നും അത്രമാത്രം എഫേർട്ട് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കേരളത്തിലെ ഒരു ലീഡിങ് ഡബിങ് ആർട്ടിസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വൺ ഓഫ് ദ പേഴ്സൺ ചേട്ടനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബാഹുബലി പറയുകയാണെങ്കിൽ അതായിരുന്നു ചേട്ടൻ ഇൻ ലൈക്ക് അരുൺ CM എന്ന് പറഞ്ഞൊരു ഡബിങ് ആർട്ടിസ്റ്റിനെ നമുക്ക് എല്ലാവർക്കും എസ്റ്റാബ്ലിഷ് ആയിട്ട് അറിഞ്ഞൊരു ഫിലിം. ബട്ട് സ്റ്റിൽ പിന്നീട് KGF ഇറങ്ങിയപ്പോൾ അത് തന്ന ഹൈപ്പ് വേറെ ഒന്നായിരുന്നു. അപ്പം ഇതിലേതാണ് ചേട്ടനൊരു കരിയർ ബ്രേക്ക് ആയിട്ട് തോന്നുന്ന മൂവി? ഞാൻ ബാഹുബലിയിൽ ഉണ്ടാക്കി വെച്ച PR തന്നെയാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് KGFൽ സംഭവിച്ചത്. അത് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ കണ്ടാൽ അറിയാലോ, ഞാൻ PR ചെയ്യുന്ന ഒരു കൃത്യമായിട്ട് അതിനെ മെറ്റീരിയലൈസ് ചെയ്യേണ്ട ഒരാളാണ്. അതായത് ഇതൊരു വാർത്താ സാധ്യതയുള്ള സാധനമാണെങ്കിൽ അതിനെ ആ വാർത്തയിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ആണല്ലോ, ഒരു മെറ്റീരിയലിനെ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല. കാരണം ഇത് കേരളത്തിൽ ഒരു 2 ഡബ്ബിങ് സിനിമ ചെയ്തതിൻ്റെ പേരിലാണ് നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ വളരെ ക്ലീഷ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ആ ഡയലോഗ് ചേട്ടാ, പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്നുള്ളത് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. ആരെപ്പറ്റി ആലോചിച്ചും തലപുണ്ണാക്കണ്ട. അവരാരും നിൻ്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഇപ്പൊ ചേട്ടൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഇത് കംപ്ലീറ്റ്, അതായത് നമ്മൾ ഈ 2-2.5 മണിക്കൂർ സ്ക്രീനിൽ കാണുന്ന സംഭവം, ആ ഇമോഷൻസ് ഒരു രീതിയിലും താഴ്ന്നു പോകാണ്ട് ഒരു റൂമിൽ ഇരുന്നിട്ടാണ് ചേട്ടൻ വർക്ക്ഔട്ട് ചെയ്യണേ. അപ്പൊ അതിൽ ഭയങ്കര കട്ട മാസ് ഉണ്ടാവും, വയലൻസ് ഉണ്ടാവും, റൊമാൻസ് ഉണ്ടാവും. അപ്പൊ ഇതിലൊരു ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് ഏത് ഇമോഷന് വേണ്ടിയിട്ടാണ്? ഇപ്പൊ ഈ മെത്തേഡ് എല്ലാം ഈസിയാണ്, റൊമാൻസ് ഒക്കെ ഈസിയാണ്. അതായത് ഇതിപ്പോൾ നമ്മളൊരു ഒരു 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 അതിൻ്റെ ഒരു ട്രാക്കിലാണെന്ന് നമ്മൾ പറയില്ല. ഇപ്പോൾ ആ മാസ് ഡയലോഗ് പറയാൻ നമുക്ക് ഈസിയാണ്. ഇപ്പം അതിന് സിമ്പിളല്ലേ. ഇപ്പോൾ വയലൻസ് 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 ആ സാധനം നമുക്ക് ഈസിയാണ്. പ്രത്യേകിച്ചല്ല അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ, ആ ഒരു ഫീൽ നമുക്ക് കറക്റ്റ് വിഷ്വലിനെ കാണുമ്പോൾ ആ വിഷ്വലും നമ്മളും തമ്മിൽ സിങ്ക് ആവും. അത് ഓട്ടോമാറ്റിക് അല്ല, മീൻസ് അത് ചെയ്ത് വന്ന എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് സിങ്ക് ചെയ്യാൻ എളുപ്പമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അത് അത്ര വലിയ പാടല്ല. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പോൾ വിക്രം സാർ വർക്ക് ചെയ്ത പോലെ കുറച്ചും കൂടി ഇമോഷണലി നമ്മളെ ചലഞ്ച് ചെയ്യുന്ന പരിപാടികളിലാണ്. അപ്പോൾ അതിനൊക്കെ അവൾ താമലം മുട്ടുപോൽ ഇരിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതിൽ താമര എന്ന് പറയുന്ന വാക്ക് മാത്രം കേൾക്കുകയും പോൽ എന്ന് പറയുന്നതിന് അതിനകത്തൊരു ഇമോഷൻ വന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത് പൊട്ടുന്നുണ്ട് ആ ശബ്ദം. ഇപ്പം കുറേ ആക്ടേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തു, ഒത്തിരി ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാർ പറയുന്നൊരു സംഭവം ഉണ്ട്, അതായത് ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നതാണ് എന്ന്. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ അങ്ങനെ ഒരു, ഞാൻ ഇതിനു മുമ്പ് ചേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ ചോദിച്ചിട്ടില്ല. അതായത് വളരെ പ്ലാൻഡ് ആയിട്ട് എനിക്കൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള രീതിയിൽ ആയ ഒരാളാണ്. അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തു വന്നതാണ്. അതായത് 2006 ആദ്യമായിട്ട് അശ്വാരൂഢൻ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ കരിയർ എന്നുള്ളൊരു സംഭവം ആണോ? ഞാൻ പ്ലാൻ ചെയ്ത് വന്നത് തന്നെയാണ്. അപ്പോൾ 2006 ഞാൻ ഒരു ടൈൽസിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ എറണാകുളത്തൊരു പ്രശസ്തമായൊരു സ്റ്റുഡിയോയിൽ വന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ പരിപാടി ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ഒരു മാനേജറെ വേണമെന്ന് പറയുന്നു.
ആ മാനേജറായിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കൊണ്ടുവരുന്നു. ആ ഫ്രണ്ടിലൂടെ ഞാൻ ഡബിങ്ങിന് അവസരം ചോദിക്കുന്നു. ആ ഫ്രണ്ടിലൂടെ അവിടെ നടക്കാൻ പോകുന്ന മറ്റു വർക്കുകളെക്കുറിച്ച് ഞാൻ അറിഞ്ഞ് അവരെ ഞാൻ ആദ്യം വിളിച്ച് അവരിലൂടെ വർക്ക് കണ്ടുപിടിച്ച് ഞാൻ ഈ ജോലി രാജിവെച്ച് ഇതിലേക്ക് വന്ന് ഇവിടെ കറക്റ്റായിട്ട് ഞാൻ എൻ്റെ സ്പേസ് ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പം ഇത്രയും ഒരു കരിയറിലെ ഒരു ഹൈപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ബിഹൈൻഡ് ദ സ്ക്രീൻ അല്ല, ഞാൻ ഇനി തിരശീലയുടെ മുന്നിലേക്ക് വരണം എന്നുള്ളൊരു ചിന്ത? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ കുറേ സുഹൃത്തുക്കളിൽ ഞാൻ 2000 എന്താ പറയുക 10 മുതൽ എന്നിട്ട് 13 വരെയൊക്കെ കണ്ടിന്യൂസ് ഒരു സീരിയലിലും വില്ലനൊക്കെ ആയിരുന്നു. ഞാൻ 3-5-8 സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സീരിയല് വില്ലനായിരുന്നു. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ പുരുഷോത്തമൻ സാർ ചെയ്തത് സൂര്യ ടി വിയിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ 100-600 എപ്പിസോഡ് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ സൂര്യ ടി വി ആയിട്ടുള്ള ചേട്ടന്റെ ബന്ധം എടുത്തത് കാരണം നമ്മൾ കേൾക്കുന്ന എല്ലാ പ്രൊമോഷനിലെയും സൂര്യ ടി വിയിലാണ് ഞാൻ ആദ്യത്തെ സീരിയൽ നിലവിളക്ക് എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു. ഇളംതെന്നൽ പോലെ, പിന്നെ ഭാഗ്യലക്ഷ്മി, ഇതെല്ലാം ഞാൻ അതിനകത്ത് കണ്ടിന്യൂസ് അഭിനയിച്ചുകൊണ്ടിരുന്ന. ചേട്ടാ ഞാനൊരു റിക്വസ്റ്റ് പറയട്ടെ, നമ്മുടെ സൂര്യ കേൾക്കുന്ന ഒരു പ്രൊമോ ഏതെങ്കിലും, അതായത് ഇങ്ങനെ ടി വിയിൽ ചാനൽ മാറ്റുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നതാണ്, ഇതൊന്ന് നേരിട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. സൂര്യ നാളത്തെ ചലച്ചിത്രങ്ങൾ, സൂര്യ ഇന്നത്തെ ചലച്ചിത്രങ്ങൾ, നാളെ രാവിലെ 8 മണിക്ക്, ഇന്ന് രാവിലെ 8 മണിക്ക്. പൃഥ്വിരാജിനൊപ്പം വൻ താരനിരയും ഒന്നിച്ച സൂപ്പർ ഹിറ്റ് ത്രില്ലർ അയാളും ഞാനും തമ്മിൽ. അടിപൊളി. ഇതാണ് ഇങ്ങനെ ചാനൽ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു ശബ്ദമാണ്. അതൊക്കെ ആക്ച്വലി ഭയങ്കര ബ്ലെസ്ഡ് ഫീലിംഗ് ആയിട്ട് ചേട്ടന് തോന്നുന്നില്ല? പിന്നെ അത് ചെയ്യടോ, അതൊരു ശമ്പളമുള്ള ജോലിയല്ലേ. അതല്ല, സീരിയസ്ലി. പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചാനലിൻ്റെ സമയത്തൊക്കെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ നേരത്തെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ 2017 സൂര്യയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പല ചാനലുകളിലും വർക്ക് ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെ ജോലിയൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കാശിട്ടിരിക്കുന്ന അങ്ങനെ അവിചാരിതമായിട്ട് എനിക്കിത് വന്ന് കിട്ടിയൊരു ജോലിയാണ്. അപ്പം ഇന്നെന്തായാലും ചേട്ടനെ കാണുമ്പോൾ ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ച മറ്റൊരു കാര്യമാണ്, കല്യാണമൊക്കെ കഴിഞ്ഞതിൽ കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയാണ് ചേട്ടാ കല്യാണം കഴിച്ചത്? ഡാൻസറാണ് ഭാര്യ അല്ലേ? എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ഞങ്ങൾ കാലടിയിൽ ഒരുമിച്ച് പഠിച്ചതാണ്. പണ്ട് തൊട്ടേ ഉള്ള ലവ് മാരേജ് ആണ്? പണ്ട് തൊട്ടേ ഉള്ള പ്രണയമാണ്? അതെ 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 അതെ. 2000 ഞാൻ അതിനിടയിൽ ഇപ്പോൾ ഈ ഇത് ഡബിങ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ 2012 മുതൽ 14 വരെ ഞാൻ കാലടിയിൽ തിയേറ്റർ ചെയ്തിരുന്നു. കാലടി സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ തിയേറ്ററിൽ ആക്ച്വലി ഞാൻ MA PG ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു കുട്ടിയാണ്. അതിങ്ങനെ രഹസ്യമാക്കി പിന്നെ എന്തിനാണ് പരസ്യമാക്കുന്നത്? അതെന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഞാൻ അതിനെ പബ്ലിക് ഇതാക്കാനൊന്നും ഞാൻ പറയാലോ. അവരുടെ പേര് ഭവ്യലക്ഷ്മി എന്നാണ്. അവര് കലാമണ്ഡലത്തിൽ PhD ചെയ്യുന്നു ഭരതനാട്യത്തിൽ. അപ്പൊ ചേട്ടാ ആ ഒരു റൊമാൻറ്റിക് സീരിയൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് പാർട്ടിലുള്ളത് അത് ഞാനും കൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം, കളറാക്കാം. അപ്പൊ ചെറിയൊരു സംഭവം ഗൈസ്, ഇനി ഞാൻ ചാമ്യം എടുക്കാം. എനിക്ക് ചേട്ടൻ്റെ അത്ര ഒന്നും പറയാനേ അറിയില്ല, ഇമോഷൻ വരത്തില്ല. എപ്പോഴും ആ സീൻ ഒന്ന് കണ്ട ഒരു ഓർമ്മയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്താൽ. ഓക്കെ. Congratulations. Why? I love you. How dare you? How fair you. Thank you. ശൂഭി എന്നൊക്കെ ചോദിച്ചൊരു സാധനമായി പോയെന്ന് അതങ്ങനെ പിടിച്ചു ചെയ്താണ്. അങ്ങനത്തെ ഒരു കാല ആ പരിപാടിയാണല്ലോ, അത് അങ്ങനെ തന്നെ ചെയ്തത്. അപ്പം 40,000 രൂപ ജോലി ശമ്പളം കിട്ടുന്ന ജോലി രാജിവെച്ച് ഇപ്പോൾ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഇത് കെട്ടിപ്പടുത്ത് 40,000 രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു ഇതിനകത്തേക്ക് ചേട്ടൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. ഇനിയും ഇതേപോലെ കുറെ ഇന്റർവ്യൂസിന് നമുക്ക് പുതിയ പുതിയ സിനിമകൾ ഇറങ്ങാൻ കാണാം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷം. സാധാരണ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളോ പരിപാടികളോ ഒന്നുമല്ല, വളരെ രസകരമായിട്ട് ഇന്റർവ്യൂ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഔട്ട് ഫ്രം സെല്ലുലോയിഡ്. ബൈ.